ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. പലയിടങ്ങളിലും വിമതശല്യം തുടരുന്നു. തൃശൂർ കോർപ്പറേഷനിൽ LDFന് ആശ്വാസം. കേരള കോൺഗ്രസ് മാണി വിഭാഗം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വെട്ടിയ കേസിൽ 4 പേർ പിടിയിൽ. കൊട്ടേഷൻ നൽകിയ ആൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. നടത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. ആനക്കയത്തെ കുമ്മാട്ടിക്കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചില്ല. മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായി. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വിമതശല്യമുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന് 4 ഡിവിഷനുകളിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്രിക പിൻവലിച്ചത് LDFന് ആശ്വാസമായി. കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്രിക നൽകിയത്. അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. പേര്, വിലാസം, ചിഹ്നം എന്നിവയാണ് ഈ പട്ടികയിൽ ഉണ്ടാവുക. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന CPMന്റെ നടപടി ഫാസിസമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OG ജനീഷ് പറഞ്ഞു. വിയൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ CPM നേതാക്കൾ അറസ്റ്റിലാകുമെന്നും വിശ്വാസികൾ ശരണം വിളിച്ച് മല കയറുമ്പോൾ CPM നേതാക്കൾ കരഞ്ഞുകൊണ്ട് ജയിലിൽ പോകുന്ന സ്ഥിതിയാണെന്നും ജനീഷ് പറഞ്ഞു. മലപ്പട്ടം ഉൾപ്പെടുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്ടെ അസംബ്ലി മണ്ഡലം കൂടിയാണ്. എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ഫാസിസത്തെ പറ്റി പറയുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുമുള്ള ആളുകളുടെ അവകാശത്തിന് വേണ്ടിയൊക്കെ കേരളത്തിനകത്ത് പ്രസംഗിക്കുകയും എന്നാൽ സ്വന്തം നിയോജകമണ്ഡലത്തിനകത്ത് അത്തരത്തിൽ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ പിന്മാറ്റുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ വീട് കയറിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി കടന്നു പോകുമ്പോൾ ഒട്ടനവധി വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാ ആളുകളൊക്കെ തന്നെ വൃശ്ചിക മാസമാണ്, ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി നോയമ്പെടുത്തിരിക്കുന്ന ആളുകളാണ് പല ആളുകളെയും കണ്ടതൊക്കെ തന്നെ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിൻ്റെ പാരമതിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA അടക്കം ഇന്ന് ജയിലിലേക്കാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ശരണം വിളിയോടുകൂടി മല ചവിട്ടുമ്പോൾ CPMന്റെ നേതാക്കന്മാർ കരഞ്ഞുകൊണ്ട് ജയിലിലേക്ക് യാത്രയാകുന്ന കാഴ്ച നമ്മൾ നിരന്തരമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് തുടരും. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ട് ബോളിവുഡിനെ ത്രസിപ്പിച്ച ധർമ്മേന്ദ്ര 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 2009 രാജസ്ഥാനിൽ നിന്ന് ലോക്സഭാ അംഗമായി. ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 1960 ദിൽജി തേർ ഹംദി തേർ എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ച ചിത്രം 21 ഡിസംബർ 25 റിലീസ് ചെയ്യാനിരിക്കെയാണ് മരണം. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. തൃശൂർ മണ്ണുത്തി സ്വദേശിയും സിജോയും സംഘവുമാണ് പിടിയിലായത്. 1 വർഷം മുൻപ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ. സുനിലിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ഒരു പ്രവാസി വ്യവസായിയാണ്. 3 ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത്. ആക്രമിക്കാനെത്തിയ 3 പേർ നിലവിൽ ഒളിവിലാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത്. പ്രതികൾ സഞ്ചരിച്ച കാറിനെപ്പറ്റി പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നു.
പിന്നാലെയാണ് ഇവരെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ ആക്രമണം നടന്നത്. കാറിൽ വന്ന് ഗേറ്റ് തുറക്കാനിറങ്ങുന്നതിനിടെ ആദ്യം ഡ്രൈവറെയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ 3 അംഗ സംഘം ആക്രമിച്ചു. വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊല്ലാനാണ് ശ്രമിച്ചതെന്നായിരുന്നു സുനിലിന്റെ മൊഴി. CCTV പരിശോധിച്ചതിൽ പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന് വ്യക്തമായി. സുനിലുമായി ചില സാമ്പത്തിക ഇടപാട് പ്രവാസി വ്യവസായിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 1 കൊല്ലം മുൻപ് കൊട്ടേഷൻ ശ്രമമുണ്ടായി. ആ കേസ് നിലവിലുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് പോലീസ് കരുതുന്നത്. TCV ന്യൂസ്, തൃശൂർ. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാഴൂർ വപ്പുഴയിലാണ് സംഭവം. ചുള്ളിപ്പറമ്പിൽ സജീഷിന്റെ 14 വയസ്സുള്ള മകനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 5:30 അച്ഛനെ അന്വേഷിച്ചാണ് പോലീസ് വീട്ടിൽ വന്നത്. പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ എന്ന് പറഞ്ഞ് ജീപ്പിൽ നിന്നിറങ്ങിയ അന്തിക്കാട് SI കാലിൽ ചവിട്ടുകയും പിന്നീട് വീടിനകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടതായും പറയുന്നു. ഇന്നലെ ഒരു 5:30 നേരത്ത് വീട്ടിലേക്ക് ഒരു ജീപ്പ് പോലീസുകാർ വന്നു. വന്നിട്ട് അച്ഛനോട് പറഞ്ഞു കയറാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സംഭവം, എന്തിനാ കയറുന്നു, വാറണ്ടുണ്ടോ, കേസ് വാറണ്ടായിണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് ചൂടായി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം എന്നെ പിടിച്ചു കൊണ്ടിട്ട് ഷൂ കൊണ്ട് കാലുമ ചവിട്ടി ഒന്ന് അമർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് നല്ല അടി അടിച്ചു. ചെകിട്ടത്തും മുഖത്തടിക്കും ചെയ്തു, വയറ്റത്തിടിക്കും ചെയ്തു, കാലുകൊണ്ട് ചവിട്ടും ചെയ്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ജീപ്പ് എടുത്ത് പോയി. പോലീസുകാർ പിന്നെ രാത്രിയൊക്കെ വിളിക്കലുണ്ടായിരുന്നു. ആലപ്പാട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ രാത്രി വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അന്തിക്കാട് പോലീസുകാർ വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഒത്തുതീർപ്പ് പോലെ അവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് ഇന്നലെ രാത്രി വന്നവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി, ലിസ്റ്റൊക്കെ നോക്കി പോയി. തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥി ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയുമാണ്. TCV തൃപ്രയാർ. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി അഫ്സലാണ് മരിച്ചത്. മണിക്കൂറുകളോളം വാഹനത്തിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവറെ അഗ്നിശമന സേന എത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തകർന്നിരുന്നു. നടത്തറ ജംഗ്ഷന് സമീപം വാഹനാപകടം. ലോറിയുടെ പുറകിൽ മറ്റൊരു ലോറി ഇടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ് മലപ്പുറം മഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീസിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ആനക്കയത്തെ കുമ്മാട്ടിക്കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാത്തതുമൂലം മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. KSRTC അടക്കമുള്ള സർവീസ് ബസ്സുകൾ മാത്രമാണ് സംസ്ഥാന അതിർത്തി കൂടിയായ മലക്കപ്പാറയിൽ എത്തുന്നത്. കഴിഞ്ഞ 1 മാസമായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് എന്ന് മാറ്റമുണ്ടാകുമെന്ന് പറയാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. ചെറിയ വാഹനങ്ങളെ മാത്രം തൽക്കാലം കലുങ്കിലൂടെ കടത്തിവിടുന്നുണ്ട്. അടിത്തറയാകെ തകർന്ന കലുങ്കിൽ ഇത്തരം യാത്രകൾ കൂടി അപകടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പുതിയ കലുങ്ക് നിർമ്മിക്കാതെ ശാശ്വത പരിഹാരമാകില്ലെന്ന് ഇതിലെ സ്ഥിരം വാഹനങ്ങൾ ഓടിക്കുന്നവർ പറയുന്നു. യാത്രക്കാരെ ഇറക്കിയ ശേഷം ബസ് മാത്രം കലുങ്കിലൂടെ കടന്നുള്ള യാത്രയാണ് ആഴ്ചകളായി നടക്കുന്നത്. അതിരപ്പിള്ളിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളെല്ലാം ഇപ്പോൾ വാഴച്ചാലിൽ വനം വകുപ്പ് തടയും. തമിഴ്നാട്ടിൽ നിന്നുള്ളവയെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും തടയും. നവംബർ 10-ന് കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പായില്ല. കലുങ്ക് നവീകരണത്തിനായി ബദൽ സംവിധാനം ഒരുക്കുന്നതിന് വനം വകുപ്പ് ഇതുവരെയും അനുമതി നൽകിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അച്ഛനും മകളും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. പ്രശസ്ത വയലിൻ കലാകാരൻ മൈസൂർ മഞ്ജുനാഥും മകൾ മാളവി മഞ്ജുനാഥുമാണ് വയലിനിൽ വിസ്മയം തീർത്തത്. ത്യാഗരാജ കൃതികളായ ബ്രോവ ബാരമ എന്ന കീർത്തനത്തോടെയാണ് ആരംഭിച്ചത്. നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്ന കീർത്തനം ആദ്യ താളത്തിൽ വായിച്ചാണ് വയലിൻ മാന്ത്രികത അവസാനിപ്പിച്ചത്. നാഞ്ചിൽ അരുൾ മൃദംഗത്തിലും നീതുൽ അരവിന്ദ് ഗഞ്ചിറയിലും വാഴപ്പള്ളി കൃഷ്ണകുമാർ ഘടത്തിലും പക്കമേളമൊരുക്കി. സഹോദരിമാരും ചെന്നൈ സ്വദേശികളുമായ അർച്ചനയും ആരതിയും ചേർന്ന് അവതരിപ്പിച്ച കച്ചേരിയും ഹൃദ്യമായി. തുളസീദള എന്ന കീർത്തനം രൂപകതാളത്തിൽ ആലപിച്ചാണ് സഹോദരിമാർ തുടക്കം കുറിച്ചത്. ഇരുവരും ചേർന്ന് 1 മണിക്കൂറോളം സംഗീതോത്സവ വേദിയെ പാട്ടിന്റെ പാലാഴിയാക്കി.
സുനിൽ ഗാർഗിന്റെ കച്ചേരിയും ആകർഷകമായി. TCV ന്യൂസ്, ഗുരുവായൂർ. HMS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡേവിസ് വില്ലെടുത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ബാബു തണിക്കോട്, KS ജോഷി, രാഹുൽ വി നായർ, G ഷാനവാസ്, ആൻഡോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി നാത്തൂന്മാർ രംഗത്ത്. ഒരാൾ പരിചയസമ്പന്നയാണെങ്കിൽ മറ്റൊരാൾ പുതുമുഖമാണ്. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മത്സര രംഗത്ത് ദമ്പതികൾ എത്തുന്ന വാർത്ത ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇവിടെ നാത്തൂന്മാരാണ് മത്സരഗോതയിൽ ഇറങ്ങുന്നത്. കുട്ടൻകുളങ്ങര ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ശ്രീവിദ്യ M, അവരുടെ സഹോദരന്റെ ഭാര്യ തേക്കിൻകാട് ഡിവിഷൻ BJP സ്ഥാനാർത്ഥി പൂർണിമ സുരേഷ്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ, അതും ഒരാളുടെ കന്നി അംഗം. എന്തു തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഡിവിഷനുകൾ ഭൂരിഭാഗവും ജയിക്കുവാനും കോർപ്പറേഷൻ ഭരിക്കുവാനും എന്നുള്ളൊരു ദൗത്യം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ നാത്തൂൻ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അതും തെരഞ്ഞെടുപ്പിനെ ആദ്യമായിട്ടാണ് നേരിടുന്നത്. എന്തു തോന്നുന്നു? വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ ഞാൻ കാണുന്നത്. പിന്നെ സന്തോഷമായി. പിന്നെ അവിടുത്തെ പ്രവർത്തകർ വളരെയധികം പാർട്ടി പ്രവർത്തകർ വളരെ നല്ല ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷവും നല്ല ഊർജ്ജവും തോന്നുന്നുണ്ട്. ഇതിനു മുമ്പും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളൊരു ഭയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ തന്നെ നേരിടണം. അപ്പോൾ എന്നാലും ഇപ്പോൾ പറയാൻ പോയാൽ ഞാൻ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അതും തേക്കിൻകാട് ഡിവിഷനിൽ 2ാം തവണ തുടർന്ന് മത്സരിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. കൂടാതെ പാർട്ടി സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. എത്രത്തോളമാണ് കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് രണ്ടാൾക്കും? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ഞങ്ങൾ കുട്ടിക്കാലം മുതലേ കുടുംബത്തിൽ ഞങ്ങൾക്കുള്ള സപ്പോർട്ടും ഇപ്പോൾ ഈ ഒരു സമയത്തും ഒരുപാട് സപ്പോർട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ വലിയൊരു ശക്തി. ഇതിനു മുൻപ് പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നോ അതോ ഇതാദ്യമായിട്ടാണോ? ഇതിപ്പോൾ കോളേജൊക്കെ പഠിക്കുന്ന കാലത്ത് ABVP-യിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ല എന്ന് മാത്രം. തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുണ്ടാവാറുണ്ട്. എത്രത്തോളമാണ് രണ്ടാളുടെയും വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും 100% വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് ജനങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. കൂടാതെ ഇനി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും എന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാത്തൂന്മാർ എന്നുള്ളതിനുപരി സഹോദരിമാരായ ഇരുവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ. എടത്തുരുത്തിയിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. 2ാം വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന ഇൻഷാദ് വലിയകത്തിന്റെ പത്രികയാണ് തള്ളിയത്. ക്രിമിനൽ കേസിൽ ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. അത് അയോഗ്യതയായി പരിഗണിച്ച് ഇന്ന് രാവിലെ എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ഹിയറിംഗിന് ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇതോടെ ഡമ്മിയായി പത്രിക നൽകിയ ഷാജഹാൻ പുഴങ്കരയിലെത്ത 2ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തിയിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, അഡ്വക്കേറ്റ് PH മഹേഷ്, മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായി ഷമീറ ഖാദർ മോൻ അറിയിച്ചു. 20 വർഷത്തോളമായി മഹിളാ കോൺഗ്രസിൽ സജീവ പ്രവർത്തകയാണ്. 5 വർഷത്തോളം പഞ്ചായത്തിലെ ആശാവർക്കറായിരുന്നു. വാർഡ് മീറ്റിംഗിൽ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് തന്റെ പേരും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കിയെന്നും ഷമീറ പറഞ്ഞു. ചാലക്കുടി നഗരസഭയിൽ LDF ഘടകകക്ഷി നേതാവ് NDA സ്ഥാനാർത്ഥിയായി. ജനതാദൾ എസ് ദേശീയ കൌൺസിൽ അംഗം ജോസ് പൈനാടത്താണ് കാരക്കുളത്തുനാട് വാർഡിൽ NDA സ്ഥാനാർത്ഥിയായത്. BJP നേതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആപ്പിൾ ചിഹ്നത്തിലായിരിക്കും ജോസ് പൈനാടത്ത് മത്സരിക്കുക. 2005 ഇതേ വാർഡിൽ കൌൺസിലറായിരുന്നു. ജോസ് പൈനാടത്ത് പറഞ്ഞു, ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയെ LDF നിരാകരിച്ചതിന്റെ പ്രതിഷേധമാണ് പുതിയ സ്ഥാനാർത്ഥിത്വമെന്ന് ജോസ് പറഞ്ഞു. കഴിഞ്ഞ 40 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരളത്തിലും ചാലക്കുടിയിലൊക്കെ പ്രവർത്തിക്കുന്ന എന്നെ പോലെയുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് പോലും LDF നൽകിയില്ല. എൻ്റെ വാർഡ് എന്ന് പറയുന്നത് ജനറൽ വാർഡ് ആവുകയും ഞാൻ ജയിച്ച് കൗൺസിലർ ആവുകയും ചെയ്ത വാർഡിൽ പോലും എനിക്കൊരു സീറ്റ് തന്നില്ല. അതുകൊണ്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ജനതാദൾ LDFുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു നിലപാടല്ല. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ നോമിനേഷൻ കൊടുത്തത് സ്വതന്ത്രനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ JDS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് കേന്ദ്രത്തിൽ NDAയുടെ ഘടകകക്ഷിയാണ്. കേരളത്തിൽ പല ഭാഗത്തും തൃശ്ശൂർ കോർപ്പറേഷനിൽ വരെ ഞങ്ങളുടെ ആളുകൾ നിലവിലുണ്ടായിരുന്ന 15 കൗൺസിലറായിട്ടിരുന്ന ഞങ്ങളുടെ കൗൺസിലർ പോലും ഇപ്പോൾ NDA ലൈനിൽ പോയി. അതിൻ്റെ കാരണം ഞങ്ങൾ കേന്ദ്രത്തിൽ NDA ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ NDA പിന്തുണയ്ക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡ് തീവച്ച് നശിപ്പിച്ചെന്ന് പരാതി. 23-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സരിതാ പ്രഭാകരന്റെ ഫ്ലക്സ് ബോർഡാണ് കത്തിച്ചത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി പറഞ്ഞു. സംഭവത്തിൽ സ്ഥാനാർത്ഥി സരിതാ പ്രഭാകരൻ ചേലക്കര പോലീസിൽ പരാതി നൽകി. തിരുവില്ലാമലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചവർ കോൺഗ്രസിൽ ചേർന്നു. തിരുവില്ലാമല PAN മേനോൻ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം കോൺഗ്രസ് അംഗത്വം നൽകി സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PM അനീഷ്, M ഉദയൻ, KG സന്തോഷ്, A മുരളി, ഉഷ ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, DCC ജനറൽ സെക്രട്ടറിമാരായ PMA ജബ്ബാർ, KF ഡൊമിനിക്, CJ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷമീർ അലി തിരുവില്ലാമല 13-ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത്. മുൻ മണ്ഡലം പ്രസിഡന്റ് A മുരളിയാണ് ഇവിടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. സുരേഷ് ബാബു LDFന് വേണ്ടിയും ജയപ്രകാശൻ BJP സ്ഥാനാർത്ഥിയുമായി മത്സരരംഗത്തുണ്ട്. പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടെയും പ്രവർത്തനം തുടങ്ങണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്ന് നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഫയലിൽ സ്വീകരിച്ചു. 3 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങുമെന്ന ഉത്തരവ് 9 മാസമായിട്ടും നടപ്പാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് കോടതിയലക്ഷ്യ ഹർജി നൽകിയത്.
ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ 17ാമത് അഖില കേരള ചിത്രരചനാ മത്സരം ഈ മാസം 29-ന് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ശിവാജി ഗുരുവായൂർ നിർവഹിക്കും. 7 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ജേതാക്കൾക്ക് ജനുവരിയിൽ ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമ്മാന വിതരണം നടത്തും. മെട്രോ ലിങ്ക്സ് ക്ലബ് പ്രസിഡന്റ് KR ചന്ദ്രൻ, ഗിരീഷ് ഗീവർ, ബാബു വർഗീസ്, TD വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല സേവനത്തിന് സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യം. രാത്രിയിൽ ഡോക്ടർ ഡ്യൂട്ടിയിലുള്ളതിനാൽ നിരവധി പേരാണ് അടിയന്തര ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നത്. ലഹരി ഉപയോഗിച്ച് പലരും എത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്കായി നടപടി വേണമെന്നാണ് ആവശ്യം. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ DGP ലോക്നാഥ് ബെഹ്റ മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ് എന്നിവർ സംസാരിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേളകലാ സംഗീത സമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. പ്രസിഡന്റ് PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, DV സുദർശൻ, VR റിനിത് എന്നിവർ സംസാരിച്ചു. ആളൂർ പ്രസാദ വരനാഥ ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ രാജു അക്കര വചന സന്ദേശം നൽകി. വികാരി ഫാദർ ലിൻറ്റോ പനങ്കുളം, ജനറൽ കൺവീനർ ജോയ് മേച്ചേരി, ട്രസ്റ്റിമാരായ ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേ പിടിക, ആൻഡോ ഉപ്പുംപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ശബരിമല സീസണിൽ ഗുരുവായൂരിൽ സേവനമനുഷ്ഠിക്കുന്ന സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ലയൺസ് ക്ലബ് ടീം ഷർട്ടുകൾ നൽകി. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ് സംസ്ഥാന സെക്രട്ടറി ജെയിംസ് വളപ്പില്ല വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ, ലയൺസ് സോൺ ചെയർമാൻ ഗിൽബർട്ട് S പാറമേൽ, സ്വപ്ന ദേവ്ലാൽ, പ്രസിഡന്റ് സന്തോഷ് ജാക്ക്, CD ജോൺസൺ, രാജേഷ് ജാക്ക്, OT സൈമൺ, KB ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. റിഫ്ലക്ടർ പ്രിന്റോടുകൂടി 100ഓളം ടീഷർട്ടുകളാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് യൂണിഫോമായി നൽകിയത്. പൂനെയിൽ നടത്തിയ അഖിലേന്ത്യാ ക്വിസ് മത്സരത്തിൽ എരുമപ്പെട്ടി സ്വദേശി ഫെസ്റ്റി ഫ്രാൻസിസിന് 1ാം സ്ഥാനം. ദേശീയ നഴ്സസ് സ്റ്റുഡൻസ് ഫെസ്റ്റിവലിലെ മത്സരത്തിലാണ് ഫെസ്റ്റി ഫ്രാൻസിസ് ഉൾപ്പെട്ട ടീമിന് 1ാം സ്ഥാനം ലഭിച്ചത്. എരുമപ്പെട്ടി തയ്യൂർ മുരിങ്ങാത്തേരി ഫ്രാൻസിസ് മിനി ദമ്പതികളുടെ മകളും തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുമാണ് ഫെസ്റ്റി. എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ വീടിന്റെ ടെറസിന്റെ ഗോവണിയിൽ നിന്ന് വീണ വയോധികൻ മരിച്ചു. കാങ്കലാത്ത് വീട്ടിൽ 65 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ടെറസിൽ നിന്ന് കൈവരിയില്ലാത്ത ഗോവണിയിലൂടെ ഇറങ്ങുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു എന്ന് കരുതുന്നു. അപസ്മാര രോഗിയാണ് ചന്ദ്രൻ. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ചന്ദ്രന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. ചന്ദ്രൻ ടെറസിന് മുകളിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. നാട്ടുകാരാണ് താഴെ വീണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഈ മാസം 26-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷഷ്ടി ദിവസം രാവിലെ മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു തുടങ്ങും. വിവിധ ദേശങ്ങളിൽ നിന്നായി 12 സെറ്റ് കാവടികൾ മഹോത്സവത്തിൽ അണിനിരക്കും. ഉച്ചയ്ക്ക് ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് NM മനോഹരൻ, സെക്രട്ടറി TG ഗോപകുമാർ, എക്സിക്യൂട്ടീവ് അംഗം NA സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCC ദിനത്തോടനുബന്ധിച്ച് കൂനംമുചി സത്സംഗ് ചാവക്കാട് സംഘടിപ്പിച്ച ആദരണ സമ്മേളനത്തിൽ 24 കേരള ബറ്റാലിയൻ NCC മുൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ CK ബാബുവിനെ ആദരിച്ചു. സമ്മേളനം സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ കേണൽ CK ബാബുവിനെ പൊന്നാടയണിച്ച് ആദരിച്ചു. അമ്പിളി പീറ്റർ, മണലൂർ ഗോപിനാഥ്, അഡ്വക്കേറ്റ് R രാജഗോപാൽ, കേണൽ CK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,470 രൂപ, പവന് 91,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. പലയിടങ്ങളിലും വിമതശല്യം തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ LDF-ന് ആശ്വാസം. കേരള കോൺഗ്രസ് മാണി വിഭാഗം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വെട്ടിയ കേസിൽ 4 പേർ പിടിയിൽ. കൊട്ടേഷൻ നൽകിയ ആൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. നടത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. ആനക്കയത്തെ കുമ്മാട്ടി കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചില്ല. മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.